ദ ജേർണലിസ്റ്റിലേക്ക്. അങ്ങനെ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന് ടീം ജേർണലിസ്റ്റിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. പക്ഷേ ഈ ഘട്ടത്തിൽ എനിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചിലത് പറയാനുണ്ട്. കാരണം 10 ദിവസം നീണ്ടുനിന്ന ഈ നാടകീയ പ്രവണതകൾക്കൊടുവിൽ വി ഡി സതീശനെ നിങ്ങൾ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം അത്രമേൽ കലുഷിതമാക്കുക കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി സുഗമമായി ഭരിക്കാനുള്ള സകല സാധ്യതകളെയും തച്ചു തകർത്ത് 10 ദിവസത്തെ നാടകീയ ചർച്ചകൾക്കൊടുവിൽ നിങ്ങൾ ഈ സ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ അതിന് വലിയ മധുരമൊന്നുമില്ല എന്ന് തുറന്നു പറയേണ്ടി വരും. ഇത് ഒഴിവാക്കാമായിരുന്നതാണ്. കാരണം വി ഡി സതീശനായിരുന്നു പടനായകൻ. വി ഡി സതീശനാണ് കോൺഗ്രസിനെ, UDFനെ മുന്നിൽ നിന്ന് നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും BJPക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം മുന്നിൽ നിന്ന് നയിച്ച് UDFന് വലിയ നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ചത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും നാൾ വെള്ളം കോരിയത് വി ഡി സതീശനായിരുന്നു. ഏറ്റവും പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പരിപൂർണ പിന്തുണ വി ഡി സതീശനാണ്. മുസ്ലിം ലീഗ് അണികൾ കൂട്ടത്തോടെ വി ഡി സതീശന് വേണ്ടി തുടക്കം മുതൽ നിൽക്കുകയാണ്. ഒപ്പം കോൺഗ്രസിൽ വലിയൊരു വിഭാഗം പ്രവർത്തകരും അണികളും വി ഡി സതീശന് വേണ്ടി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ മുഖ്യമന്ത്രിയാക്കാമെന്ന് മോഹിപ്പിച്ച് ഈ 10 ദിവസം ചർച്ചകൾ എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുകൾക്ക് അവസരമുണ്ടാക്കി നേതാക്കൾക്കിടയിൽ സ്പർദ്ധയും അണികൾക്കിടയിൽ ആശയക്കുഴപ്പവും ഗ്രൂപ്പുകൾക്ക് മൂർച്ചയും ഒക്കെ കൂട്ടുന്ന വിധത്തിൽ ഇത്രയും ഇതിനെ വഷളാക്കിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഹൈക്കമാൻഡാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വി ഡി സതീശൻ എന്ന പേര് ആദ്യമേ അവിടെ തന്നെ നിൽപ്പുണ്ട്. അത് ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരായിരുന്നോ? ഇതൊക്കെ മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നോ? ഇപ്പോഴെന്താണ് സംഭവിച്ചത്? KC വേണുഗോപാലിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു വഴിക്ക് ശക്തമായി നിൽക്കുന്നു. വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തല വാളെടുക്കുന്നു. സുധാകരൻ മുൻപത്തെ ദേഷ്യവും കൂടി ചേർത്ത് വി ഡിയെ ആക്രമിക്കാൻ നിൽക്കുന്നു. ഹൈക്കമാൻഡിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് വി ഡിയെ ഇഷ്ടമല്ല, പക്ഷേ മറ്റൊരു വിഭാഗം വി ഡി സതീശന് പിന്തുണ കൊടുക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇതായതുകൊണ്ട് ഗതികെട്ട് ഹൈക്കമാൻഡ് വി ഡി സതീശൻ്റെ പേര് പറയുന്ന സാഹചര്യം. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ നേരിട്ട് എത്രത്തോളം വി ഡി സതീശന് കിട്ടുമെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. സ്വന്തം പാർട്ടിയിൽ എത്ര നേതാക്കൾ, എത്ര MLA മാർ എത്ര കണ്ട് വി ഡി സതീശനൊപ്പം നിൽക്കുമെന്ന് സംശയമുണ്ട്. വി ഡി സതീശൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു വലിയ വിപ്ലവമൊന്നും ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ജനപിന്തുണ വി ഡി സതീശനാണ്, ലീഗ് അണികൾ വി ഡി സതീശനൊപ്പമാണ്, കുറച്ച് MLA മാരുടെ പിന്തുണയുണ്ട്. ഒക്കെ പറഞ്ഞാലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന 43 MLA മാർ ഇരിക്കുകയാണ്. ഇതിൽ പലരും മന്ത്രിമാരാകും. ഹൈക്കമാൻഡിൻ്റെ കൂടി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രബലമായ വകുപ്പുകളും KC വേണുഗോപാലിൻ്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ വി ഡി സതീശനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്കോ പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? പാർട്ടിയുടെ വഴിക്ക്, ഓരോ ഗ്രൂപ്പുകൾ ഓരോ വഴിക്ക്, വി ഡി സതീശൻ്റെ വഴിക്ക്, വകുപ്പ് മന്ത്രിമാർ മറ്റൊരു വഴിക്ക്, അങ്ങനെ തുടക്കം മുതലേ കുത്തഴിഞ്ഞ ഏകോപനമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന വിധത്തിലുള്ള ഒരു വല്ലാത്ത കുഴപ്പം പിടിച്ച മന്ത്രിസഭയും സർക്കാരും പാർട്ടി നേതൃത്വവും ഒക്കെ ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ KPCCയിൽ അഴിച്ചുപണി ഉണ്ടാകും. ഇവിടെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിന് ബദലായി അപ്പുറത്ത് മറ്റേ ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താനുള്ള KPCC അധ്യക്ഷൻ വരും. AICCയിൽ KC വേണുഗോപാൽ വി ഡിക്കെതിരായി കരുനീക്കങ്ങൾ നടത്തും. വി ഡി സതീശൻ തൻ്റേതായ നിലയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി ഭരണവുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും അവിടങ്ങളിലും ഇവിടങ്ങളിലുമൊക്കെ വി ഡിക്കെതിരായി പല നീക്കങ്ങളും ഉണ്ടാകും. എന്ന് മാത്രമല്ല, വി ഡി സതീശൻ നേരിടാൻ പോകുന്ന മറ്റൊരു കാര്യം, ഭരണപരമായി ഇനി എന്ത് തീരുമാനം ഉണ്ടായാലും അതിനെയൊക്കെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശക്തമായ നീക്കം മറുവശത്തുണ്ടാകുമെന്നാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി, ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ഇപ്പോൾ തന്നെ വി ഡി സതീശനെ BJP പ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ 3 MLA മാർ നിയമസഭയിൽ ഉണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അവർ പറയുന്നത് തത്സമയം കേരളം കേൾക്കാൻ പോവുകയാണ്. വി ഡി സതീശൻ എടുക്കുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന സർക്കാർ എടുക്കാൻ പോകുന്ന സകല തീരുമാനങ്ങളെയും, പാണക്കാട്ടെ തീരുമാനം, ലീഗിൻ്റെ തീരുമാനം, മുസ്ലിം തീരുമാനം എന്ന നിലയിലേക്ക് മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ആ നിലയിൽ സഭയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കരുത്തുള്ളവരാണ് അവിടെ MLA മാരായിട്ട് BJPയുടേതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP കേരളം എന്ന പേജിൽ വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കുക. പാണക്കാടിൻ്റെ പവർ, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് സാദിഖ് അലി തങ്ങൾ വി ഡി സതീശനെ പിന്തുണച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിൽ കേരള CMൻ്റെ ആ കസേരയ്ക്ക് പച്ച നിറം, മൊത്തത്തിൽ പച്ചമയം, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ്
സാദിഖ് അലി തങ്ങൾ ഏറ്റവും വലുപ്പത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് മുസ്ലിം ലീഗ് KPCCയെയും AICCയെയും അട്ടിമറിച്ച് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് മുകളിൽ പറക്കുന്ന പരുന്തായി, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് മുകളിലേക്ക് മുസ്ലിം ലീഗ് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പോസ്റ്റ്. മറ്റൊന്ന് നോക്കുക, BJP കേരള പേജിൽ വന്നിരിക്കുന്നത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. സാദിഖ് അലി തങ്ങൾ ഒരു പരവതാനിയിൽ ഇരിക്കുന്നു, VD സതീശൻ വിശറി വീശി കൊടുക്കുന്നു, മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കാലിൽ വീഴുന്ന, സാദിഖ് അലി തങ്ങളുടെ കാലിൽ വീഴുന്ന ചിത്രം. ഇതുപോലുള്ള നിരവധി ചിത്രങ്ങൾ, ഇതുപോലുള്ള നിരവധി പ്രചാരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ സതീശന്റെ പേരായിരുന്നു ഹൈക്കമാൻഡ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ദീപദാസ് മുൻഷി കേരളത്തിൽ മാസങ്ങളോളം താമസിച്ച് ഇവിടുത്തെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള AICC നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനുള്ള സെൻസ് അവർക്ക് വേണമായിരുന്നു, അത് ഉണ്ടാകണമായിരുന്നു. അങ്ങനെയെങ്കിൽ VD സതീശന്റെ പേരാണ് പറയാനുണ്ടായിരുന്നെങ്കിൽ ഈ 10 നാൾ ഇത്രയധികം വലിച്ചു നീട്ടി നാടകീയതകളുടെ അങ്ങേയറ്റം കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ KCയുടെ പേര് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു, ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല വരുമെന്ന് പറയുന്നു, ഒരു ഘട്ടത്തിൽ ഇവരാരുമല്ല 4മതൊരാൾ വരാൻ സാധ്യതയുണ്ട് എന്ന അഭ്യൂഹങ്ങൾ വരുന്നു, നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു, അവിടെ വെച്ച് തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു, പിന്നെയും വാർത്തകൾ മാറി മറിയുന്നു. അങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും അണികളും പ്രവർത്തകരും തെരുവിലിറങ്ങുന്ന അവസ്ഥയിലേക്കും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ ശക്തമായ നിലപാട് അവർ അതൃപ്തി അറിയിപ്പിക്കുന്ന അവസ്ഥയിലേക്കും ഓരോ ഘടകകക്ഷി നേതാക്കളും അവരുടെ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്കും, അതായത് പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ദുർഭരണം എന്നതായിരുന്നു, അതിനുമേൽ ഒരു നല്ല ഭരണം എന്നതായിരുന്നു UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് പിണറായി വിജയനും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണവും ഒക്കെ ജനങ്ങൾ മറന്നു. കേരള പൊതുസമൂഹം ചർച്ചയാക്കുന്നതില്ല, അവർ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസിലെ തമ്മിലടിയിലേക്കായിരുന്നു. ഇത്രയും കാലം ഇത് വലിച്ചു നീട്ടേണ്ടത് എന്തിനായിരുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ പലരും ഇതിനടിയിൽ വന്നിട്ട് കമന്റ് ഇടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വെറുതെ പറയുകയാണ്, നിങ്ങൾ പറയുന്നതിൽ അടിസ്ഥാനമില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, VD സതീശൻ ഒറ്റയാൾ പോരാട്ടം നടത്തും, അത് നടത്തും, ഇത് നടത്തും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ് എഴുതി വെച്ചോളൂ, ഇത് കൂട്ടത്തല്ലിലേക്ക് പോകും. ഇത് കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ സംഘർഷങ്ങളിലേക്ക് പോകും. മനസമാധാനമായി VD സതീശനെ ഭരിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് മാത്രമല്ല, മറുവശത്ത് BJPയുടെ നേതൃത്വത്തിൽ എല്ലാത്തിനെയും ഭരണപരമായി VD സതീശൻ എടുക്കുന്ന സകല തീരുമാനങ്ങളെയും വർഗീയവൽക്കരിക്കാൻ സാധ്യതയുണ്ട്. KSRTC ബസ്സിന്റെ ഏതെങ്കിലും ഒരു മോഡലിന് പച്ച പെയിന്റ് അടിച്ചാൽ അതുപോലും വർഗീയതയായി കാണാനുള്ള തരത്തിലുള്ള നീക്കമാണ് BJP നടത്താൻ പോകുന്നത്. ഇനി മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിയാണ് ഭരിക്കുന്നത്, ഇനി അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. കേരളത്തിൽ ഇസ്ലാമിക ഭരണമാണ് എന്ന രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം, ഈ പ്രചാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ചർച്ചകൾ കൊണ്ടുപോയത്. അപ്പോൾ ഈ നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFിലെ സാഹചര്യം ശരിക്കും കോൺഗ്രസിനുള്ളിൽ തന്നെ തീരേണ്ട ഒരു വിഷയമായിരുന്നു. ഇത് തെരുവിലേക്ക് ഇറക്കി വലിച്ചിഴച്ച് VD സതീശൻ്റെ അണികൾ മുഴുവൻ തെരുവിലിറങ്ങുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക്, ലീഗുകാർ മുഴുവൻ കോൺഗ്രസ് MLAമാരെ തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ സന്ദീപ് വാര്യരും ഷാഫി പറമ്പിലും ബെന്നി ബെഹനാനും KM അഭിജിത്തിനെ പോലുള്ള ആളുകളൊക്കെ തെരുവിൽ നേരിടേണ്ടി വന്നത് വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് മുസ്ലിം ലീഗ് അണികളുടെ ഭാഗത്ത് നിന്ന്. ഇരിക്കൂറിൽ KC വേണുഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന് ലീഗ് കട്ടായം പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ മുഖ്യമന്ത്രിയായി VD സതീശൻ വന്നു. VD സതീശന് വേണ്ടി അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റുകൾ ഇട്ടു ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും ഒക്കെ. അതിനടിയിലൊക്കെ പച്ചത്തെറി വിളിക്കുകയാണ് ലീഗിൻ്റെ അടികളും പല കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരും. അതിനിടയിൽ CPMമാരൊക്കെ നുഴഞ്ഞു കയറുന്നുണ്ടാവാം. എങ്കിലും അതായത് VD സതീശൻ മാത്രമാണ് ബിംബം. ലീഗിൻ്റെ ഇടപെടലിനെ തുടർന്ന് VD സതീശൻ മുഖ്യമന്ത്രി ആയതിൽ മറ്റൊരു MLAമാർക്കും ഒരു ക്രെഡിറ്റുമില്ല. ഈ 43 MLAമാരും KCയുടെ ആളുകളാണ്, VDയുടെ ആളുകളല്ല എന്ന നിലയിലേക്ക് വലിയൊരു സ്പ്ലിറ്റ്, പല സ്പ്ലിറ്റ്. KCയുടെ ഗ്രൂപ്പ്, ചെന്നിത്തലയുടെ ഗ്രൂപ്പ്, VD സതീശൻ്റെ വേറൊരു വിഭാഗം, ലീഗും VD സതീശനും അടങ്ങുന്ന മറ്റൊരു വിഭാഗം, പിന്നെ അതുപോലെ തന്നെ MLAമാർ 43 MLAമാർ KCക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ VDക്ക് പിന്തുണയില്ല, അല്ലെങ്കിൽ VDയെ ചതിച്ചവരാണ് ഇവർ എന്ന നിലയിലൊക്കെ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒക്കെ വലിയ സ്പർദ്ധയുണ്ടായിട്ടുണ്ട്. ഒരു ആവശ്യവുമില്ലായിരുന്നു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. VD സതീശനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇത്രയും നാൾ വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യവുമില്ല. ആദ്യം തന്നെ ഇത് പ്രഖ്യാപിച്ച് രാജ്യത്ത് ഏറ്റവും ആദ്യം ബംഗാളിനേക്കാളും തമിഴ്നാട്ടിനേക്കാളും മുന്നേ ഇവിടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കാമായിരുന്നു. ഇത്രയും ഇത് വലിച്ചു നീട്ടി ഇത്രയും കുളമാക്കിയതിൻ്റെ
ഉത്തരവാദിത്തത്തിൽ നിന്ന് ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ വലിയൊരു മുറിവായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അവർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ഗംഭീരമാണ് എന്ന് പറയുന്നു, കൈയടിക്കുന്നൊക്കെ ശരിയാണ്. പക്ഷേ ആഴത്തിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ സ്പർദ്ധകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ UDF സർക്കാരിന് അത്ര എളുപ്പമാകില്ല മുന്നോട്ട് പോകാൻ. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഇനി തർക്കങ്ങൾ ഉണ്ടാകും. അതിനപ്പുറം പുനഃസംഘടനയുമായി KPCC പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ തൊട്ട് അങ്ങോട്ടേക്ക് വലിയ തമ്മിലടികൾക്കുള്ള ഒരു വലിയ വഴിമരുന്നിടലായി പോയി ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്. ഇത് ഒഴിവാക്കാമായിരുന്നു. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ അങ്ങനെ പഞ്ചപാവങ്ങളായി മൂലക്കിരിക്കുമെന്നും കരുതേണ്ടതില്ല. കാരണം KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നേതാവിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇത്രയും സീനിയോറിറ്റിയുള്ള നേതാവിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയായിരുന്നെങ്കിലും ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. പക്ഷേ അതും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും വലിയ തമ്മിലടികളിലേക്ക് പോകുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഹൈക്കമാൻഡിന് ഇത് ഒഴിവാക്കാമായിരുന്നു. ഗുരുതരമായ സാഹചര്യത്തിൽ ഇത് BJPക്കും വലിയ അവസരമാകും. കേരളത്തിൽ മുസ്ലിം ഭരണമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തിനിടയിൽ വലിയ സ്പർദ്ധയുണ്ടാക്കാൻ, വലിയ തോതിൽ മുതലെടുപ്പുകൾ നടത്താൻ BJPക്കുമുള്ള ഒരു അവസരമായിട്ട് ഇത് മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.